മുണ്ടക്കൈ ചുരൽമല പുനരധിവാസം കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ ജോലിക്കാർക്ക് വേഗതയില്ലെന്ന് ആക്ഷേപം. ജോലിക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. രണ്ടാംഘട്ട നിർമ്മാണം പൂർത്തിയാകുന്നത് വൈകും. കൂടുതൽ ജോലിക്കാരെ എത്തിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് പറഞ്ഞു. വയനാട് ടൗൺഷിപ്പിൽ 178 വീടുകൾ പൂർത്തിയാക്കി. ആദ്യഘട്ട ഉദ്ഘാടനം കഴിഞ്ഞ് കുടുംബങ്ങൾ താമസം തുടങ്ങിയെങ്കിലും രണ്ടാംഘട്ട വീടുകളുടെ നിർമ്മാണ ജോലികൾ വളരെ മന്ദഗതിയിലാണ്. 5ാം സോണിൽ ജോലിക്കാർ കുറഞ്ഞു. മറ്റു സോണുകളിലും തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയ തൊഴിലാളികൾ മടങ്ങിയെത്താത്തതാണ് തൊഴിലാളി ക്ഷാമത്തിന് കാരണമെന്നാണ് നിർമ്മാണ ഏജൻസിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പറയുന്നത്. എന്നാൽ ഭരണമാറ്റം ഉണ്ടായതോടെ ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. എന്നാലും പണികൾ നടന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ നറുക്കിട്ടുന്നിടത്ത് കിട്ടിയാൽ ഈ വീട് ഏതാണ്, ഞങ്ങൾക്ക് ഇതിലേത് വീടുകളാണ്, അല്ലെങ്കിൽ ഫേസ് 1 കുറേ വീടുണ്ട്, ഫസ്റ്റ് അത് എടുക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഫേസ് 1 ഇടയിലൊക്കെ വീടുകൾ പണി കുറേ തീർന്നിട്ട് കുറേ തീരാനുണ്ട്. അപ്പോൾ ആ ഫേസ് 1 ഓരോ വീടുകൾ അത് ഇനി നറുക്കെടുക്കുമ്പോൾ അത് ഫസ്റ്റ് എടുക്കണം എന്നാണ് നമ്മളെ ഏറ്റവും ഞങ്ങൾക്ക് ഒന്ന് പറയാനുള്ളത്. പിന്നെ ഏതാണ് വീടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിനൊരു സമാധാനമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വീടാകും 2 മാസം കഴിഞ്ഞിട്ട്, പക്ഷെ നറുക്ക് എത്രയും പെട്ടെന്ന് എടുത്തു തരണമെന്നാണ്. കൂടുതൽ തൊഴിലാളികളെ എത്തിക്കാനും ജോലികൾ വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകിയതായി കഴിഞ്ഞ ദിവസം ജില്ലയുടെ ചുമതലയുള്ള കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് പറഞ്ഞു. വീട് നിർമ്മാണം കൂടാതെ ടൗൺഷിപ്പിന്റെ അനുബന്ധ സൗകര്യങ്ങളുടെ നിർമ്മാണ ജോലികളും സാവധാനമാണ് നടക്കുന്നത്. CV ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ.